നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ. ഇതെങ്ങനെയാ വെച്ചാൽ ദിസ് ക്ലയന്റ് ഹി ലൈക്ക് വാസ് ഹിയർ ഇൻ ന്യൂസിലൻഡ് ഫോർ ലൈക്ക് പോസിബിളി 6 years or like was settled 6 or 7 years he was settled in New Zealand. ആളുടെ 2 മക്കൾ ഇവിടെയായിരുന്നു. They are New Zealand citizens actually. അപ്പോൾ ആളുടെ ഏജ് 55 കഴിഞ്ഞു, 56 ആയി. പ്രശ്നങ്ങളുണ്ട്, ഇറ്റ്സ് ദെയർ. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ ഒരു മെഡിക്കൽ വേവർ എന്ന് വേണ്ട, അത് ഓക്കെ ഉണ്ട്, പ്രശ്നമുണ്ട്, പക്ഷെ വേവ് ചെയ്യാമെന്ന് സമ്മതിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യണം, എന്തുകൊണ്ട് വേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇമിഗ്രേഷനോട് approach ചെയ്യണം. Like we are requesting for a medical waiver. So there could be various reasons. Like let us say ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കുക, അത് ചിലപ്പോൾ ഗൾഫ് പോലെയൊക്കെ ഈസി ആയിരിക്കില്ല, ഇവിടെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് you have to be licensed to give advice to a client. ലൈസൻസ്ഡ് അല്ലാത്ത ആൾക്കാരെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളാണ്. ഫൈൻ ഉണ്ട്, അതിന് $100,000 ആണ് ഫൈൻ with 7 years of imprisonment ഉണ്ട്. എങ്ങനെ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനകത്ത് അപ്ലൈ ചെയ്യണം ടു ബ്രിങ് ദ പാർട്ട്ണർ ടു ന്യൂസിലാൻഡ്. ഇത് ഇച്ചിരി ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആപ്ലിക്കേഷൻ അല്ല, കുറച്ച് എന്താ പറയുക എവിഡൻസസ് നല്ല വേണം എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് നല്ല എവിഡൻസ് കൊടുക്കണം. ഇത് കൾച്ചറലി അറേഞ്ച് ചെയ്തൊരു മാരേജ് ആണ്, അല്ലാണ്ട് ബ്രൈഡും ഗ്രൂമും അങ്ങോട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ദേ ന്യൂ ബിഫോർ ദ മാരേജ്, അതാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ബട്ട് ആസ് ലോങ് ആസ് വി ആർ ഏബിൾ ടു പ്രൊവൈഡ് very good evidence that this was an arranged marriage, culturally arranged marriage, എങ്കിൽ അത് ഓക്കെയാണ്. എന്തെങ്കിലും കുറച്ച് എക്സാമ്പിൾ പറയുമോ ഈ ഗുഡ് എവിഡൻസ് എന്താണെന്ന്? നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. നമ്മുടെ മലയാളം FM-ന്റെ മാർക്കൽ പൾസ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ മാർക്കൽ പൾസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങൾ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന, ഇന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇന്ന് നമ്മൾ അത്തരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസിലൻഡിലേക്കുള്ള ഇമിഗ്രേഷൻ ചെയ്യുന്ന ഓരോ ആപ്ലിക്കൻസും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടെ ന്യൂസിലൻഡിൽ ഇൻഫോക്കസ് ഇമിഗ്രേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം നടത്തുന്ന ലിനി നായരാണ്. ഈ മേഖലയിൽ വളരെ എക്സ്പെർട്ടീസുള്ള ലിനിയെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ലിനി. താങ്ക് യു സിന്ധു, താങ്ക് യു ഫോർ കോളിംഗ് മീ ഹിയർ. അവർ പ്ലഷർ. ലിനിക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ലിസണേഴ്സ് ആവശ്യപ്പെടുന്ന പല ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് പൾസ് എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ലിനിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. നമ്മളോട് ഒത്തിരി പേര് ഈയിടെയായിട്ട് ചോദിച്ചൊരു വിഷയമാണ് ഇമിഗ്രൻസ് ഇവിടെ അനുഭവിക്കുന്ന പലതരം ചലഞ്ചസ്. ഒന്നാമതായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നത് അക്രഡിറ്റഡ് എംപ്ലോയർ വിസയിൽ ആൾക്കാർ ഇവിടെ എത്തുകയും അവരിവിടെ ജോലി ചെയ്യുകയും മുന്നോട്ട് അവരുടെ ഭാവി ഇവിടെ തന്നെ പടുത്തുയർത്താമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവിടെ എത്തിയിട്ട് അത് പല കാരണങ്ങളാൽ സാധിക്കാതെ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ ഒരു മേഖലയിൽ ഇത്രത്തോളം പ്രവൃത്തി പരിചയമുള്ള ലിനിക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയുള്ള ആപ്ലിക്കൻസ് ലിനിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ടോ? അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറയുന്നത് നമ്മളൊരു ആളുടെ എംപ്ലോയർ ജോലി കൊടുത്തിട്ട് അവരിവിടെ ജോലി ചെയ്യാനായിട്ട് അപ്രൂവലായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിനാരിയോയിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒരെണ്ണം ജെന്യുവൻ ആയിട്ടുള്ള ജോബ് ഓഫറുള്ള ആൾക്കാരും, പിന്നെ ചിലത് ജെന്യുവൻ ആയിരിക്കില്ല, ചിലപ്പോൾ അവർക്കതൊരു ഇവിടെ വരാനായിട്ടുള്ളൊരു പാത്ത് വേ ആയിട്ട് മാത്രമാണ് ആ ജോലി കൊടുക്കുന്നതെന്നുള്ളൊരു സിനാരിയോസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ലൈക്കിനോ ചാലഞ്ച്. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് പറയുക നമ്മുടെ കയ്യിൽ ജോലി ഇല്ലയെന്നോ അല്ലെങ്കിൽ ഒരു പാത്ത് വേ ഇല്ല, ഇവിടെ വന്നു ജോലി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് അവൈലബിൾ അല്ല, ഒരു ജോലി അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ like it's called exploitation. That is what it is. The employer may or may not have a genuine offer to provide. They come here and well at the end of the day there's nothing available. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനാരിയോ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇമിഗ്രേഷൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. Well, of course, you cannot just ask the person to go back, they put in all their dreams, they come here, they have to have something to hold on to. ഒരു 6 months ഒരു എക്സ്പ്ലോയിറ്റേഷൻ വിസ എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഓപ്പൺ വർക്ക് വിസയാണ്.
അപ്പോൾ ഇമിഗ്രേഷനോട് ചെന്ന് പറയാം നമ്മുടെ എന്താ ചാലഞ്ചസ്. ഒരു ആപ്ലിക്കേഷൻ ഫോമാണത്, അത് അയക്കുക. ഇപ്പോൾ 6 months ഓപ്പൺ വർക്ക് വിസ കിട്ടുമ്പോൾ നമുക്ക് എവിടെ വേണേലും വർക്ക് ചെയ്യാം ആ സമയത്ത്. ആ 6 months കഴിയുമ്പോൾ നമുക്കൊരു പെർമനൻ്റ് ഒരു ജോബ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാച്ചാൽ നമുക്ക് അടുത്തൊരു അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്ക് ഇടാം, ജെന്യുവൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് 6 months നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഇമിഗ്രേഷൻ ഒരു 6 months എക്സ്റ്റൻഷൻ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 1 year ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ വർക്ക് വിസയാണ്. ആ സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതിലൊരു എന്താ പറയുക സാലറിയുടെ ബാൻഡ് വിഡ്ത്തോ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ്. പിന്നെ ഒരു ജെന്യുവൻ ആയിട്ടൊരു ഓഫർ കിട്ടുമ്പോൾ വി ക്യാൻ അപ്ലൈ ഫോർ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ. അപ്പോൾ 1 വർഷം കൊണ്ടും ഒരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കാത്തവരാണ് തിരിച്ചു പോകേണ്ട വന്നിരിക്കുന്നത് ആവശ്യം വരാം. അപ്പോൾ ഇപ്പം നമുക്ക് എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ട സ്കിൽ സെറ്റ്സ് ഇല്ല എന്നുള്ളൊരു സിനാരിയോ വരുമ്പോൾ പിന്നെ നമുക്ക് ഒരു നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊരു സർക്കംസ്റ്റൻസസ് ആകുമ്പോൾ then that's then we have to think about going back or looking at some other options. ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഓപ്പൺ ആണോ? ഇപ്പോഴും അത് അവൈലബിൾ ആണ്. ഇപ്പോഴും ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോയിറ്റേഷൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു പാത്വേ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള വാക്ക് കേൾക്കാൻ അത്ര രസമുള്ള കാര്യമല്ല. എങ്കിൽ കൂടെ ഞാൻ ചോദിക്കട്ടെ ലിനി, ഈ ഒരു വിസയിൽ പെടാതിരിക്കാൻ നമ്മൾ പറയത്തില്ലേ ഒരു കോഷ്യസ് ആകാനായിട്ട് ഇന്ത്യയിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന കേരളത്തിലിരിക്കുന്ന ഒരു മലയാളിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെന്നല്ല എനിക്ക് തോന്നുന്നു? ഓക്കെ, ഇപ്പം നമ്മൾ ഒരാൾ വന്നിട്ട് പറയാം നമ്മളെ അടുത്ത് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാം, ഒരു $20,000 ആണ് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഒരാൾ വന്ന് പറയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ചോദിക്കും ഇത് ഏത് ബാങ്കാ, അല്ലെങ്കിൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് പോവുക, എത്ര ഇൻട്രസ്റ്റ് റേറ്റ്സ് കിട്ടുക, നമ്മളിങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ നമുക്ക്? തീർച്ചയായിട്ടും. അപ്പോൾ ലൈക്ക് ഇഫ് സമൺ ഈസ് കമ്മിങ് ടു അസ് ആൻഡ് സേയിങ് $20,000 തരാം, നമുക്കൊരു ജോലി തരാൻ പോവാണ്. അപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ഒരു കുറച്ച് ഡ്യൂ ഡെലിജൻസ് ഒന്ന് കണ്ടുപിടിക്കുക. അത് ആ ജോലി ഉണ്ടോ, ആ കമ്പനി എക്സിസ്റ്റിംഗ് ആണോ, ഫൈൻഡ് സം ഫ്രണ്ട്സ്. ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒത്തിരി കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് സമൺ ഇൻ ന്യൂസിലൻഡ്, ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ജെന്യുവിനെസ്. ഇഫ് ദാറ്റ് ജോബ് ദേ ടോക്കിംഗ് അബൌട്ട് ആ ജെന്യുവൻ ആണോ അല്ലയോ. ഡു സം സോർട്ട് ഓഫ് എ കംപ്ലയൻസോ അല്ലെങ്കിൽ ഒരു ഡ്യൂ ഡെലിജൻസ് നമ്മൾ ചെയ്യുക ബിഫോർ ജമ്പിങ് ആൻഡ് ഗിവിങ് ദാറ്റ് മണി ടു സമൺ. സോ ദാറ്റ്സ് വാട്ട് യു നീഡ് ടു ഡു. ആ ഒരു ഇപ്പം നമ്മുടെ അടുത്ത് ഇടയ്ക്ക് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, ലൈക്ക് കോൾ വരാറുണ്ട്, ലൈക്ക് വി ആർ ബീൻ അപ്രോച്ച്ഡ് ബൈ ദിസ് ഏജന്റ്, ABCD agent, and they're saying that first they will apply for a visa, everything they would do. Once the visa gets approved, അപ്പോൾ കാശ് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ജെന്യുവൻ ആയിട്ട് അവർക്ക് തോന്നും. പക്ഷേ ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഒരു കമ്പനി ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ആയിരിക്കില്ല, ചിലപ്പോൾ അവിടെ ആ ഒരു കമ്പനിയിൽ അങ്ങനെ ഒരു വർക്കേ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ലൈക്ക് try and find out, come out, speak to people before you invest that money. Just speak to at least a few people to confirm if it's a genuine or not. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ എക്സ്പ്ലോയിറ്റേഷൻ സിനാരിയോസും മാറില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഗെറ്റ് ഹോൾഡ് ഓഫ് എ ഫ്യൂ അറ്റ്ലീസ്റ്റ്. അപ്പം ലിനി പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ നമ്മളിവിടെ വരികയും നമ്മളിവിടെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും ആ ഒരു കാര്യം കാണിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് പോയിട്ട് ഇതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഒരു വിസയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ വിസ അല്ലേ? അത് ഇമിഗ്രേഷൻ അവരുടേതായിട്ടുള്ള പ്രോസസ് നോക്കും ചെയ്യും. ദേ വുഡ് ഒബ്വിയസ്ലി ബി ചെക്കിംഗ് വിത്ത് ദ എംപ്ലോയർ. അത് എംപ്ലോയറിന്റെ അക്രഡിറ്റേഷൻ വരെ പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് ദേ ഹാവ് ടു ബി കൺവിൻസ്ഡ്. ദേ വിൽ ഡു their work to find out if it is a genuine scenario, and then they may issue a visa which is exploitation visa. It is not that you go and say that I want an exploitation visa, they're going to give it. So you have അതുപോലെ തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാൻ പറ്റില്ല. ഒത്തിരിയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത് എന്നാണ് ഇപ്പോൾ ലിനിയെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, അല്ലേ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ. പലതരം വിസകളുണ്ട്, നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ആ പലതരം വിസകളെക്കുറിച്ചെല്ലാം കവർ ചെയ്യാം. ലിനി എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്? എനിക്കൊരു ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് പ്രൊഫൈലാണ്, അല്ലെങ്കിൽ അതാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു കുറച്ച് നാൾ. ഐ വാസ് വർക്കിംഗ് വിത്ത് HSBC ബാങ്ക്. വർക്ക് ദേ ഫോർ ഓൾമോസ്റ്റ് 3 to 4 years. ഇന്ത്യയിൽ അത് കഴിഞ്ഞപ്പോൾ ലൈക്ക് ഐ ഫെൽറ്റ് ദാറ്റ് ഐ നീഡ് ടു ഡു എ മാസ്റ്റേഴ്സ് ഡിഗ്രി. ആൻഡ് ദെൻ ഐ വെന്റ് ആൻഡ് ഡിഡ് ഇറ്റ് ഫ്രം നെതർലൻഡ്സ്. ഒരു കോർപ്പറേറ്റ് ബാങ്കിങ്ങും ലോയും കൂടെ ചേർന്നിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞിട്ട് then I was training and I was financial trainings അതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. That is when I got an opportunity to work with immigration part of this side of it. I liked it because I felt that you could connect with a lot of people. It was something I could warm up with, like I was happy doing. And so I came over to New Zealand on a resident visa doing the same profile. അപ്പോൾ ഇവിടെ വന്നു, പിന്നെ ലൈക്ക് you study for it, you need a license to advise. So you study 1 year, you take up the course, you do all the papers. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് you have to be under a supervisor for 2 years before you can apply for a full license. So അതൊരു ലോങ് പ്രോസസ് ആണല്ലേ. നല്ലൊരു ടൈം. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റൈറ്റ് തിങ്. നമ്മളിപ്പോൾ ഒരു പേപ്പർ പഠിച്ചു എന്ന് വെച്ചിട്ട് ലൈക്ക് യു മേ നോട്ട് നോ എവറിത്തിങ് അറൌണ്ട് ഇമിഗ്രേഷൻ. യു നീഡ് ടൈം ടു ലേൺ. ആൻഡ് ഇമിഗ്രേഷൻ ബീങ് സോ ലൈക്ക് എ വാസ്റ്റ് പോർട്ട്ഫോളിയോ രാദർ, ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പോൾ പഠിക്കാൻ സമയമെടുക്കും. ലൈക്ക് യു ലേൺ through someone who have a good hold on this topic. You are part of that. But 2 years is a very good time to learn through with someone there to help you out or advise you. അത് കഴിയുമ്പോഴാണ് full license കിട്ടുക. And then every year you have to renew your license. And sometimes they do come back to check your files, everything. Like, they need to know എന്താ നമ്മൾ ചെയ്യണമെന്നും and you have to also complete a certain hours in learning, which is called the CPD. Like, you have to continuous professional development in there. We have to be a part of lot of learning process. But in the immigration pudhiyoru policy konduvara, immigration instructions update cheya, so you have to be updated. You have to know all those. So adinte oru എന്താ പറയുക, കുറച്ച് hours ഉണ്ട്. അത് you have to complete to get your license updated. അപ്പോൾ അതാണ് ഒരു ലേണിംഗ് പ്രോസസ് ആണ് എപ്പോഴും. ഒരു ഇമിഗ്രേഷൻ അഡ്വൈസർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്ത് തരം സർവീസുകളും സപ്പോർട്ടുകളുമാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ ഞങ്ങൾക്ക്? സോ ഇപ്പോൾ ഒരു ന്യൂസിലൻഡിലൊരു വരാനായിട്ടൊരാൾ ആലോചിക്കുന്നുണ്ട്. ലൈക്ക് ലെറ്റ്സ് സേ somebody is thinking, okay, I need to go to New Zealand. അപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് വിസാസ് ഉണ്ട്. as an immigration advisor, we sit with someone to understand ഏത് വിസ ആയിരിക്കും അവരുടെ പ്രൊഫൈൽ ഫിറ്റ് ആവുക. So that is where it all starts from. So possibly someone wants to come and study here. So possibly I would be talking to them about a student visa. There could be someone already holding an employment. So possibly they can directly apply for a residence application. Then, someone wants to come and meet their parents. They want to come and meet their boyfriend, girlfriend. അപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് വിസേഴ്സ് ഉണ്ട്. എല്ലാ എന്താ പറയുക, നമ്മൾ ഇൻറ്റൻഷനിലാണ് ആ വിസയുടെ കാറ്റഗറി ഡിസൈഡ് ചെയ്യുക. So we provide everything. Like we are part of all the visa categories in terms of providing service. അതുപോലെ എംപ്ലോയേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ പണ്ട് ഇത് ഉണ്ടായിരുന്നില്ല. ലൈക്ക് സേ ലൈക്ക് 2023 വിത്ത് റൂൾസ് ആൻഡ് എവറിത്തിങ് ചേഞ്ചിങ്. അപ്പോൾ ഇതൊരു ഇമിഗ്രേഷൻ 2-step പ്രോസസ്സായി മാറിയിട്ടുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എംപ്ലോയർ ചെയ്യേണ്ട പ്രോസസ്സാണ്. പിന്നെയാണ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇമിഗ്രൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാവുക. എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് ഒരാളെ ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കുകയാണ്. ലൈക്ക് ലെറ്റ്സ് സേ ദേ വാണ്ട് ടു ഹയർ സംവൺ ഫോർ എ സ്പെസിഫിക് പ്രൊഫൈൽ. ദേ ഹാവ് ടു ഗെറ്റ് എൻ അക്രഡിറ്റേഷൻ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ. ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷനോട് പറയാണ്, ഐ എം ഫിനാൻഷ്യലി, ലൈക്ക് ഐ ഹാവ് എ കമ്പനി, we are financially in a position doing very well that I can hire someone from overseas. ആ ഒരു പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ടെല്ലിംഗ് ദം എത്ര നാളായിട്ട് നമ്മുടെ ബിസിനസ് നടക്കുന്നുണ്ട്, എങ്ങനെയാണ്, പ്രോഫിറ്റബിൾ ആണോ, നമ്മളെല്ലാ പോളിസീസ്, നമ്മൾ കംപ്ലയൻസസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, HR പോളിസീസ് ഇൻ പ്ലേസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ആ അക്രഡിറ്റേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്രഡിറ്റേഷൻ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ് ഫോർ 2 years. നെക്സ്റ്റ് 2 years ഇറ്റ് ഈസ് വാലിഡ് ഫോർ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ഹയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഒരു എംപ്ലോയർ ചെയ്യേണ്ടത് ടു പ്രൂവ് ദാറ്റ് or to tell immigration that I'm not able to find someone locally. Like I'm not able to, I have a position, or let us say എനിക്കൊരു കാർപ്പൻറ്ററിനെ വേണം. ഞാനൊരു പ്രൊഫൈലുണ്ട് എൻ്റെ കമ്പനിക്ക്, ഒരു കാർപ്പൻറ്ററിനെ വേണം. അപ്പം നമുക്കിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം അഡ്വർടൈസ്മെൻ്റ് ഇടും, നമ്മൾ ഏതെങ്കിലും നല്ല ലീഡിങ് പ്ലാറ്റ്ഫോമിലിടും. So we expect people to apply. So if people are not applying, like ഇവിടെ ലോക്കൽസ് അപ്ലൈ ചെയ്യുന്നില്ല, ലോക്കൽസ് എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡ് റെസിഡൻസും സിറ്റിസൻസും അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ റൈറ്റ് കാൻഡിഡേറ്റ്, then the next step is, and we go to immigration and tell them, hey look, I have this profile, I'm ready to pay ABCD amount,
but I'm not able to find someone. Now let me hire someone from overseas. അപ്പോൾ അത് പറഞ്ഞാൽ മാത്രം പോരാ, ഇമിഗ്രേഷൻ അത് they have to be convinced. So they go through all the documents you're providing, how did you do the recruitment, all that, and അവരത് അപ്രൂവ് ചെയ്യും. Then comes the candidate, അല്ലെങ്കിൽ immigrant part start ആവുക. So now then that is called the Accredited Employer Work Visa. ഒരു job token ആണ് അവർക്ക് കിട്ടുക. So through which you can apply Accredited Employer Work Visa. So it's employer side 2 step and one step from the candidate. അപ്പോൾ ഒരു എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും അതൊരു സാറ്റിസ്ഫൈങ് പ്രോസസ്സാണ്. കാരണം ഒരാൾക്കൊരു നീഡുണ്ട്, മറ്റാൾക്കൊരു ഡിസയർ ഉണ്ട്, ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത്. ഇത് പുറകോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, നമ്മുടെ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇമിഗ്രേഷൻ പണ്ടത്തെക്കാളും ഒത്തിരി കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിനെ ലിനി നോക്കി കാണുന്നത്? If you look at the last 10 years, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഇവിടെ ന്യൂസിലൻഡിൽ എപ്പോഴും ഒരു സ്കില്ലിൻ്റെ ഷോർട്ടേജ് ഉണ്ട് നമുക്ക്. സോ വി ഹാവ് ലെറ്റ് us say ടീച്ചേഴ്സ്, നമുക്കൊരു പ്രൊഫൈൽ എടുക്കാം ടീച്ചേഴ്സിൻ്റെ. ഇവിടെ എപ്പോഴും നമുക്കൊരു ലാസ്റ്റ് 10 yearsൻ്റെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ ക്വാളിഫൈഡ് നല്ല ടീച്ചേഴ്സിൻ്റെ എപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു ബെനിഫിറ്റ് ഉള്ളൂ. ദ കൺട്രി ഈസ് ഓൾസോ ബെനിഫിറ്റിംഗ് ഗെറ്റിംഗ് സ്കിൽഡ് എംപ്ലോയീസ്. ഇപ്പം നഴ്സസ് ആയി, നമ്മൾക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സിവിൽ കൺസ്ട്രക്ഷൻ ഈസ് ഓൾവേസ് ബീൻ ഇൻ ഡിമാൻഡ്. നമുക്ക് നല്ല ലേബർ ഫോഴ്സിൻ്റെയും റിക്വയർമെന്റ് ഉണ്ട് കൺട്രിയിൽ, ആൻഡ് ആസ് വെൽ ആസ് വി നീഡ് ലൈക്ക് IT സ്കിൽഡ് പീപ്പിൾ ആസ് വെൽ. അപ്പോൾ ഇമിഗ്രേഷനും അതും റെക്കഗ്നൈസ്ഡ് ആണ്, നമുക്ക് ഏത് സ്കിൽ സെറ്റ്സിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട് അതിനനുസരിച്ച് ഇമിഗ്രേഷൻ കുറച്ച് പ്രയോറിറ്റൈസും ചെയ്യുന്നുണ്ട്. ലൈക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അത്, ലൈക്ക് ലെറ്റ് us say ലാസ്റ്റ് 10 yearsന്റെ എടുക്കുമ്പോൾ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. നമുക്ക് ലോങ് ടേം ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ പ്രൊഫൈൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ലെറ്റ് us say എഞ്ചിനീയറിംഗ് ഒരു എപ്പോഴും ഒരു ഡിമാൻഡിങ് പ്രൊഫൈലായിരുന്നു. ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, പ്ലംബേഴ്സ്, ഇങ്ങനെ കുറേ പ്രൊഫൈൽസ് എപ്പോഴും ഡിമാൻഡിലാണ്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോ വാട്ട് വി കോൾ ഇറ്റ് ഇസ് എ ഗ്രീൻ ലിസ്റ്റ്. ഇപ്പോൾ ഗ്രീൻ ലിസ്റ്റിന്റെ അകത്തൊരു Tier 1 Tier 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒരു പ്രൊഫൈൽസ് ഉണ്ട്. ഗ്രീൻ ലിസ്റ്റ് Tier 1ന്റെ അകത്താണ് നമ്മുടെ നഴ്സസും ഡോക്ടേഴ്സും ഉള്ളവരുടെ എല്ലാം ഗ്രീൻ ലിസ്റ്റ് Tier 1 വരും. പിന്നെ ഒരു സെക്കൻഡ് Tier 2 വരുന്നത് ഓട്ടോമോട്ടീവ് മെക്കാനിക്സ് ഉണ്ട്, ഓട്ടോ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, അങ്ങനെ കുറേ സ്കിൽസ് ഉണ്ട്. ഈ Tier 2 എന്ന് പറയുന്നത് എല്ലാത്തിനും വേറെ വേറെ കാറ്റഗറീസും അതിന്റെ റെസിഡൻസിന്റെ പാത്വേസ് വേറെ വേറെയാണ്. നമ്മൾ ഈ ഹെൽത്തിൽ പറയുമ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻസും കെയർ ഗീവേഴ്സും ഒക്കെ അതിനൊരു സെപ്പറേറ്റ് ഒരു പ്രൊഫൈൽ ഉണ്ട്. കെയർ ഗീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട് ഹെൽത്ത് കെയറിൽ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു റെസിഡൻസിന് ഒരാളിപ്പോ ഇവിടെ വരാണെങ്കിൽ എന്താ പാത്വേ റെസിഡൻസിന് അപ്ലൈ ചെയ്യാനായിട്ട്, അതല്ലാണല്ലോ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റെസിഡൻസിന് അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ ഇപ്പം ലെറ്റ് us say I have a IT പ്രൊഫൈൽ ആണെന്ന് വിചാരിക്കും. എനിക്കൊരു ICTയിലൊരു IT മാനേജറോ അങ്ങനെയാണെങ്കിൽ I can directly apply for residence and straight to residence എന്നാ പറയാ. ഗ്രീൻ ലിസ്റ്റ് Tier 1 straight to residence. ഇതില് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരു ജോലി കിട്ടാന്ന് വെച്ചാൽ you don't have to apply for a work visa. You can actually apply directly for residence. അതുകൊണ്ടാണ് straight to residence. People, if let us say you are in India, you have not even come to New Zealand, you are in India, you are able to find an employment in this profile. ഈ green list വരുന്ന Tier 1 പ്രൊഫൈലിൽ ആണെങ്കിൽ you can directly apply for residence, get it approved and come start working. അതിൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വരണം എന്നുള്ളൊരു റിക്വയർമെന്റ് ഇല്ല. ചെയ്യുന്നതിൽ ചെയ്യാം, ബട്ട് അത് റിക്വയർമെന്റ് അല്ല. നമ്മുടെ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരും, ഈ ഗ്രീൻ ലിസ്റ്റ് Tier 1 വരും. അപ്പൊ അതൊരു നല്ലൊരു പാത്വേ ആണ് സ്റ്റേറ്റ് റെസിഡൻസ്. ആ ആപ്ലിക്കേഷൻസിന് ഒത്തിരി പ്രയോറിറ്റി ഉണ്ട്. ഇമിഗ്രേഷൻ പ്രോസസ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഒക്കെ ഒത്തിരി നല്ലതാണ്. സോ ലൈക്ക് പോസിബിളി യു കെൻ കം ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ 3 to 4 months ഓൺ റെസിഡൻസ്. പിന്നെ വരുന്നത് ഈ Tier 2 എന്ന് പറയുന്ന ഗ്രീൻ ലിസ്റ്റ് Tier 2, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ് us say ഓട്ടോമോട്ടീവ് സെക്ടറിലുള്ള ആൾക്കാർക്ക്. അപ്പൊ അതിലെങ്ങനെയാ വെച്ചാൽ യു ഹാവ് ടു കം ഓൺ എ വർക്ക് വിസ, work in New Zealand for 24 months, 2 വർഷം. Once you complete those 2 years, you can apply for residence. That's the reason it is also called like a work to residence. You work ചെയ്തതിന് ശേഷം കിട്ടുന്ന 24 months ആണ്. പിന്നെ ഈ കെയർ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു റെസിഡൻസ് പാത്വേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസും കെയർ ഗീവേഴ്സ് അങ്ങനെയുള്ള പ്രൊഫൈൽസിനാണ്. അപ്പൊ അവർക്ക് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ന്യൂസിലൻഡിലുണ്ട്, Level 4 സാലറി കിട്ടുന്നുണ്ട് അവർക്ക്. ഹെൽത്ത് കെയറിന്റെ Level 4 സാലറി ഉണ്ട്.
അപ്പോൾ ആ സാലറി കിട്ടാണ് അതിൽ 2 years അവർ വർക്ക് ചെയ്യണതിൽ ദേ കൻ ഓൾസോ അപ്ലൈ ഫോർ റെസിഡൻസ്. അപ്പോൾ ഇത് ഈ റെസിഡൻസ് ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ആണ് കേട്ടോ എല്ലാത്തിലും. യു കൻ അപ്ലൈ ടുഗദർ വിത്ത് യുവർ ഫാമിലി. വിത്ത് ഫാമിലിയാണ്. ഇപ്പോൾ ന്യൂസിലൻഡ്, UK, കാനഡ ഇതൊക്കെയാണ് ഇന്ത്യയിലും കേരളത്തിലുമുള്ളവർക്കൊരു പ്രയോറിറ്റി ഉള്ള രാജ്യങ്ങൾ. പ്രത്യേകിച്ച് ന്യൂസിലൻഡ് പല കാരണങ്ങൾ കൊണ്ട്. ന്യൂസിലൻഡിലേക്ക് ഇപ്പം Tier 1 Tier 2 അല്ലെങ്കിൽ ഗ്രീൻ ലിസ്റ്റിൽ ഇല്ലാത്ത ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ സ്കില്ലുള്ളവർക്ക് മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ടാവും ന്യൂസിലൻഡിലോട്ട് വരാനായിട്ട്? സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറിയാണ്. ഇപ്പോൾ റെസിഡൻസ് ആപ്ലിക്കേഷൻ നമ്മൾ ഗ്രീൻ ലിസ്റ്റ് പറഞ്ഞു, സ്റ്റേറ്റ് Tier 1 Tier പറഞ്ഞു, പിന്നെ കെയർ വർക്ക് ഫോഴ്സ് പറഞ്ഞു. അതിൻ്റെ അത് പിന്നെ ബാക്കിയുള്ള പ്രൊഫൈൽസിൽ സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറി പ്രൊഫൈലാണ് റെസിഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു 6 point സിസ്റ്റമാണ് സ്കിൽഡ് മൈഗ്രന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്ക് പോയിന്റ്സ് ക്ലെയിം ചെയ്യണം. 6 points ഉണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസിന് അപ്ലൈ ചെയ്യാം. ലെറ്റ് us take an example. Now let us say I have a bachelor's degree. Any bachelor's degree. Let us say I have a bachelor's degree in commerce. So I have 3 points from it. Bachelor's-ന് 3 points ആണ്. ഇത് നാട്ടിലിരിക്കുന്ന ഒരു ആപ്ലിക്കന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഏത് റെസിഡൻസ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനും നമുക്ക് എംപ്ലോയ്മെന്റ് ഓഫർ വേണം ന്യൂസിലൻഡിൽ. So it can be anywhere, but you have to have an employment offer from New Zealand. Now, let us say I have a bachelor's degree, 3 points, so I get 3 points. So I have to now come with under 3 points. So how do I do that is, I can claim 1 point for 1 year experience in New Zealand. So നമ്മൾ 3 വർഷം ഇവിടെ ജോലി ചെയ്യാ വെച്ചാൽ ന്യൂസിലൻഡിൽ, so I can claim 3 points, each 1 point for each year you worked in here. So that makes it total 6, and you become eligible to apply for residence. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ലൈക്ക് എനിക്ക് ഏത് ജോലി അങ്ങനെ സ്കിൽഡ് ലെവൽ ജോബ് ആയിരിക്കണം, സ്കിൽ ആൻസ്കോയുടെ കുറെ ഇതുണ്ട് റിക്വയർമെന്റ്സ്. അത് ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, പക്ഷെ പാത്വേ ഇതാണ്. ഒരു PhD ഉണ്ടെങ്കിൽ ലൈക്ക് ഇഫ് യു ഹാവ് ലൈക്ക് യു കെയിം ടു ന്യൂസിലൻഡ് ആൻഡ് ഡിഡ് എ PhD ലെറ്റ് us say, അത് സ്ട്രേറ്റ് അവേ 6 points ആണ്. അപ്പോൾ യു ഓൺലി നീഡ് എൻ എംപ്ലോയ്മെന്റ് ഓഫർ ആൻഡ് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് അപ്ലൈ ഫോർ റെസിഡൻസ്. ഇപ്പൊ നാട്ടിലിപ്പോൾ ഞാൻ നമുക്ക് നോക്കാം, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് ഒരാളുണ്ട്. സോ ഇഫ് യു പ്ലാൻ ടു കം ആൻഡ് ഡു എ PhD ഹിയർ ഇൻ ന്യൂസിലൻഡ്, യു കം ഹിയർ, ഡു ഇറ്റ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലിയും ചെയ്യാം. വർക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് PhD ഹോൾഡേഴ്സിന്. Once you are able to find a permanent job, you can straight away apply for residence. Education എപ്പോഴും ഒരു ഭയങ്കര ഭയങ്കര എപ്പോഴും you will always benefit from it. So അപ്പോൾ അതാണ് സ്റ്റുഡന്റ് വിസ, like you know where it comes from. So if somebody is in India who is thinking let us go ahead and study further, New Zealand is absolutely somewhere you should look at. നല്ല like you know like good qualification ആണ്. Go for a master's degree. If you have a bachelor's degree, you have been working for some years, go for a master's degree. You come over here, you're in level 9 master's degree ചെയ്യാണെങ്കിൽ you get 3 year post study work visa. പഠിച്ചു കഴിയുമ്പോഴത്തേന് അപ്പൊ നമുക്ക് 1 വർഷം സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ വന്നു, മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു, 3 വർഷത്തെ നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടി. അപ്പൊ അതിൽ നമ്മൾ എന്തായാലും ലൈക്ക് ഇഫ് യു ഹാവ് ദാറ്റ് കാലിബർ, ലൈക്ക് യു ഹാവ് ദി സ്കിൽസ്, യു വുഡ് ബി ഏബിൾ ടു ഫൈൻഡ് സംതിങ് സൂട്ടബിൾ. അപ്പൊ ജോലി കിട്ടുകയാണെങ്കിൽ യു ക്യാൻ വർക്ക് ഫോർ 1 year, യു അപ്ലൈ ഫോർ റെസിഡൻസ്. വെച്ചാൽ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോയിന്റ്സ് ഉണ്ട്, 5 points ഉണ്ട്. 1 year വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. അതും കൂടി കഴിയുമ്പോൾ യു ക്യാൻ അപ്ലൈ ഫോർ റെസിഡൻസ്. സ്റ്റുഡന്റ് പാത്വേ ഇസ് ഓൾവേസ് അവൈലബിൾ ഇഫ് സംബഡി ഇസ് റിയലി like thinking about coming down, studying and settling down. That is always a pathway available. അത് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം ലിനി പറഞ്ഞത്. അതുകൊണ്ട് ചോദിക്കട്ടെ ലിനി, പലപ്പോഴും സ്റ്റുഡൻസിന് അവർ പഠിച്ച സബ്ജക്റ്റിൻ്റെ തന്നെ ഒരു ജോലി എപ്പോഴും ലഭിച്ചോണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനെന്തെങ്കിലും നിബന്ധനകൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ നമുക്ക് ജോലി വേണം എന്നുള്ളത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇപ്പൊ കൺസ്ട്രക്ഷനിൽ ചെയ്യാണ്. So how do you convince immigration that you have a job in, let us say, healthcare? അപ്പോൾ തിങ്ക് ലോജിക്കലി അല്ലേ? ഇപ്പൊ ഇമിഗ്രേഷൻ അതാണ്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഹാവ് ദാറ്റ് കാലിബർ ടു വർക്ക് ഇൻ ദാറ്റ് ഫീൽഡ്. അതാണ് ഇമിഗ്രേഷൻ പറയുന്നത് ആക്ച്വലി. ദാറ്റ് ഈസ് വേർ ദാറ്റ് കംസ് ഫ്രം. ഇനി നമ്മളിപ്പം മനസ്സിലാക്കിയത് ഒരു സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറി ഉണ്ട്, സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് വരാം. ഇത് രണ്ടും അല്ലാതെ എങ്ങനെ ഒരാൾക്ക് ന്യൂസിലൻഡിൽ വരാനും സെറ്റിൽ ചെയ്യാനും പറ്റും ഉള്ള ഓപ്ഷൻസ് ഒരു ബ്രോഡായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. എല്ലാത്തിനും ഒത്തിരി സ്റ്റെപ്സ് ഉണ്ടെന്നറിയാം, ഒത്തിരി ടെക്നിക്കാലിറ്റി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, എങ്കിലും ഒരു ബ്രോഡായിട്ടൊരു ഐഡിയ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? Okay, so ഇപ്പോൾ ലെറ്റ് us say നമ്മളിപ്പോൾ ലൈക്ക് സിന്ധു യു ആർ ഹിയർ ആൻഡ് യു വാണ്ട് ടു ബ്രിങ് യുവർ
ഫാമിലി ഫ്രണ്ട്സ് ഫ്രം ഇന്ത്യ, നമ്മളൊരു വിസിറ്റേഴ്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസിറ്റേഴ്സ് വിസ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലിയെ കാണാൻ വരുന്നു, നമുക്കിപ്പോൾ ലൈക്ക് ലെറ്റ്സ് ഒന്ന് ടൂറിസം പർപ്പസ്, അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു വിസിറ്റേഴ്സ് വിസ അപ്ലൈ ചെയ്യുക. ഒത്തിരി കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഫോളോ ചെയ്യേണ്ട റിക്വയർമെന്റ്സും ഒക്കെ. വിസിറ്റേഴ്സ് വിസ ജനറലി ഡിക്ലൈൻ ചെയ്യാണ്ട് ഇപ്പോൾ ഒത്തിരി ഡിക്ലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്. നമുക്ക് നാട്ടിൽ തിരിച്ചു പോകാനായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെന്ന് കാണിക്കുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്താ വെച്ചാൽ ഇപ്പം നമ്മളിവിടെ വന്നു, ഇമിഗ്രേഷൻ അറിയണമെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാനായിട്ട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് കാണിക്കുക. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ ഡിക്ലൈൻ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ട് പറഞ്ഞിട്ട്, അയ്യോ ഞാൻ എൻ്റെ അനിയനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, ഡിക്ലൈൻ ആയി. അപ്പോൾ ഇത് നമ്മുടെ ഓണേഴ്സ് ആണ് ടു പ്രൊവൈഡ് ദാറ്റ് എവിഡൻസ് ടു ഷോ ദാറ്റ് ഐ ഹാവ് കമ്മിറ്റ്മെന്റ്സ് ഇൻ ഇന്ത്യ, ദാറ്റ് വൺസ് മൈ വിസ ഗെറ്റ്സ് ഓവർ ഐ ഹാവ് റീസൺസ് ടു ഗോ ബാക്ക്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആപ്ലിക്കേഷൻ കാണിക്കേണ്ടത്. അപ്പോൾ അത് വിസിറ്റേഴ്സ് വിസ ഒരു ഓപ്ഷനാണ്. വിസിറ്റേഴ്സ് വിസ പല തരത്തിലുണ്ട്. ഇപ്പോൾ ലെറ്റസ് നമ്മുടെ നഴ്സസ് ഇപ്പോൾ ക്യാപ്പ് ഒരു കോമ്പറ്റൻസ് അസസ്മെന്റ് പ്രോഗ്രാംസ് ചെയ്യാൻ വരാറുണ്ട്. ഇതൊക്കെ രജിസ്ട്രേഷനും ഒക്യുപ്പേഷൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. അതിനൊരു വിസിറ്റേഴ്സ് വിസ ഉണ്ട്. ഇപ്പം നമുക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണം ന്യൂസിലൻഡിൽ വന്നിട്ട്, അതിനൊരു ബിസിനസ് റിലേറ്റഡ് ഒരു വിസിറ്റേഴ്സ് വിസ അവൈലബിൾ ആണ്. ഇൻവെസ്റ്റർ വിസയാണോ അത്? അല്ല, ഇത് വിസിറ്റേഴ്സ് വിസയെ പറ്റി പറയാണ്. ഒരു ലൈക്ക് യു വോണ്ട് ടു കം ആൻഡ് ലുക്ക് അറ്റ് വാട്ട് ആർ ദി ബിസിനസ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് ലൈക്ക് ഓർ എൽസ് യു വോണ്ട് ടു സെറ്റ് അപ്പ് എ ബിസിനസ്, യു വോണ്ട് ടു ലുക്ക് അറ്റ് തിങ്സ്. അപ്പോൾ അതിനൊരു വിസിറ്റേഴ്സ് വിസ അവൈലബിൾ ഉണ്ട് കം ആൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനാ വരുന്നത് വെച്ചാൽ അതിനെല്ലാത്തിനും ഒരു ടൈപ്പ് റീസണിങ് കൊടുക്കണം. നമ്മുടെ ഇന്റൻഷൻസ് അനുസരിച്ചിട്ടാണ് ആ വിസിറ്റേഴ്സ് വിസ വരിക. അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുക്കണം. പിന്നെ ദാറ്റ് ഈസ് വാട്ട് വിസിറ്റേഴ്സ് വിസ ഈസ് അബൌട്ട്. പിന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ് വിസാസ് ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരാൾ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയിൽ ഇവിടെ വന്നു, ദേ ഹവ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ബട്ട് ഓൾസോ ദേ വോണ്ട് ടു ബ്രിങ് ദ ഫാമിലി. നമ്മുടെ എന്താ പറയുക വൈഫിനെയോ ഹസ്ബൻഡിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാം. അതിനൊരു പാർട്ട്ണർഷിപ്പ് വിസയും ഡിപ്പെൻഡൻറ്റ് വിസയുടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനും ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മുടെ സാലറി ഇത്രയും ബാൻസിലുണ്ടായിരിക്കണം, നമ്മുടെ മീഡിയൻ വേജസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആണ്. പക്ഷേ ആ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പാർട്ട്ണറിനെ കൊണ്ടുവരാനും ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനെ കൊണ്ടുവരാനും. അപ്പോൾ അതുണ്ട്. പിന്നെ well, of course, investor visas are always there. If you want to come down and invest a good amount, that comes around $6 to $10 million. If you plan to invest, there are various funds available in New Zealand where you can invest. That pathway is always there. എനിക്ക് തോന്നുന്നു കുറച്ച് niche profiles ആണ്. I wouldn't say niche. I would say possibly someone who is already very well settled and looking at exploring investment options. There are many options available ആണ്. But other than that, yes, വർക്ക് വിസയ്ക്ക് അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതാണ് ലൈക്ക് ഇപ്പോൾ ഒരു ജോബ് ഓഫർ ഉണ്ട് വരാനായിട്ട്, ആ ഓപ്ഷനാണ് അവൈലബിൾ. പിന്നെ കുറച്ച് സ്പെസിഫിക് വിസാസ് ഉണ്ട്, സ്പെസിഫിക് വർക്ക് വിസാസ്. ഒരു എക്സാമ്പിൾ പറയാം. I am running a business here in New Zealand. I also have a business, let us say, in Australia or India, let us say, any country. I want to bring someone for a short duration of time from my own business. Possibly, like I want to bring a director here to do few things. ഒരു പ്രോജക്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ടൈം ഫ്രെയിമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സ്പെസിഫിക് പർപ്പസ് വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ ഉണ്ട്, അത് അവൈലബിൾ ആണ്. അത് നോർമലി നമ്മളൊരു എംപ്ലോയിനെ കണ്ടുപിടിക്കുകയല്ല, ലൈക്ക് യു ആർ ബ്രിങ്ങിങ് സമൺ ഫോർ സംതിങ് സ്പെസിഫിക്. നമ്മളിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ഐ എം നോട്ട് ഗിവിങ് നെയിംസ്. ഈ തൗരങ്കയിൽ നമുക്ക് ഡ്രില്ലിങ്ങിനൊക്കെ സ്പെസിഫിക് ആയിട്ട് യൂറോപ്പിൽ നിന്ന് ആൾക്കാരെ വേണമായിരുന്നു കമ്പനിക്ക്. സോ ദേ വോണ്ട് ടു ബ്രിങ് സ്പെസിഫിക്കലി ടു ഡു ദാറ്റ്. ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനോ അതിന്. അപ്പോൾ അത് സ്പെസിഫിക് പർപ്പസ് വിസയാണ്. അപ്പോൾ വി ആർ ടെലിംഗ് ഇമിഗ്രേഷൻ, ഐ ഹാവ് എ കമ്പനി ഐ എം റണ്ണിങ് ഹിയർ. I brought a machine, let us say, which is worth, let us say, $500,000. That machine can only be set up by a specific technician who is in Europe. So let's say somebody is sitting in Iceland, having that drilling company here. They want to bring someone from, let us say, Germany. സോ ആ ജർമ്മൻ ടെക്നീഷ്യൻ വന്നേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് സ്പെസിഫിക് പർപ്പസ് വിസയാണ്. സോ ജനറലി ദിസ് റേഞ്ചസ് ബിറ്റ്വീൻ ദിസ് പേഴ്സൺ കംസ് ഫോർ 3 months to 6 months. അല്ലെങ്കിൽ ലെറ്റ്സ് സേ ദേ നീഡ് ടു കം ഫ്രീക്വൻ്റ്ലി വിത്തിൻ 12 months to do the maintenance of that machine. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് വിസയാണ്, സ്പെസിഫിക് പർപ്പസ് വിസ. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനാണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്താ, അത് അതിൻ്റെ പുറത്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ഈ വിസിറ്റർ വിസയിൽ പലരും വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് പോസിബിൾ ആണോ?
ഫസ്റ്റ് നമ്മളൊരു വിസിറ്റേഴ്സ് വിസ ഇടുമ്പോൾ ഇമിഗ്രേഷൻ ഇസ് വെരി ക്ലിയർ. യു കനോട്ട് കം ടു ന്യൂസിലൻഡ് ഫോർ ലുക്ക് ഫോർ എ ജോബ്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ടു ഡു ഇറ്റ്. So I don't think there's any visitors visa available to come to New Zealand to look for a job. You can come to New Zealand, let us say you have been interviewed or you want to be interviewed. Let us say there's an employer who is advertised or looking for a profile and the employer is interested in you and he wants to do a one-to-one meeting. Ella profile chelappo telephonic interview varilla. They want to see if there are certain profiles that the employer needs to see you in person. In office. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ യു ക്യാൻ അപ്ലൈ ഫോർ എ വിസിറ്റേഴ്സ് വിസ ടെല്ലിംഗ് ദാറ്റ് ഹേ ലുക്ക് ഐ എം ഗോയിങ് ടു കം ടു ന്യൂസിലൻഡ് ടു മീറ്റ് ദിസ് എംപ്ലോയർ ഓൺ സോ ആൻഡ് സോ ഡേറ്റ് ടു ഡു ദിസ് ഇന്റർവ്യൂ. അത് ഓക്കെയാണ്. പക്ഷെ യു കനോട്ട് ടെൽ ഇമിഗ്രേഷൻ തന്നെ ഞാൻ വന്ന് അവിടെ വന്നിട്ട് ജോലി നോക്കുന്നു എന്ന് പറയണേ. അതിന് ഇമിഗ്രേഷൻ അപ്രോച്ച് ചെയ്യാണ്ട് ചാൻസ് ഒട്ടുമില്ല. അങ്ങനെയുള്ള കേസുകളാണോ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെയുള്ള കേസ് ഇപ്പം so there is that immigration instructions under you cannot come and look for a job. Other instructions under. So I don't think anybody would straight away tell immigration ഞാൻ ജോലി നോക്കാൻ വരുന്നു. But yeah, you see that people ഇവിടെ വന്ന് ന്യൂസിലൻഡിൽ വന്നിട്ട് വിസിറ്റേഴ്സ് വിസയിൽ വന്നിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. You have to be very careful with all these things. എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ, ലൈക്ക് ഷി വാസ് ട്രാവലിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക ടു ന്യൂസിലൻഡ്. She told that she's just coming for tourism purpose ന് വരാനെല്ലാം ഡിക്ലെയർ ചെയ്തു. ബോർഡിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും ഇമിഗ്രേഷന്. അപ്പോൾ ഒരു 1-to-1 ഇന്റർവ്യൂ നടന്നു. അറ്റ് ദാറ്റ് ടൈം യു മേ ബി റിക്വയർഡ് ടു ഷോ യുവർ മൊബൈൽ ഫോൺ ആൻഡ് യുവർ യുനോ. അപ്പോൾ അതിനകത്ത് പോസിബിളി ആളുടെ CV-യോ എന്തോ കമ്മ്യൂണിക്കേഷൻ ഏതോ റിക്രൂട്ടറായിട്ട് നടന്നത് ഇമിഗ്രേഷൻ മനസ്സിലായി. സോ ഷി വാസ് നോട്ട് അലൗഡ് ടു കം ഇൻ. അത് തിരിച്ച് പറഞ്ഞയച്ചു. ജോലി നോക്കാൻ. പക്ഷെ നമ്മൾ പറഞ്ഞത് നമ്മൾ ആ ടൂറിസം പർപ്പസിന് വരുന്നു ഉണ്ട്. നമ്മുടെ ഇന്റൻഷൻ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. I would say, if you're planning to come to do a tourism purpose, just come for that. Don't do all those looking for jobs. But yeah, you are skilled, you come over here, you find a job, yes, you can always apply for a അപ്പോൾ പിന്നെ മുമ്പ് പറഞ്ഞ അതേ പാത്വേയിൽ കൂടെ പോകണം. Absolutely. നമുക്ക് ജോലി കിട്ടുകയാണെന്ന് വെച്ചാൽ accredited employer work visa അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് വിസയോ എന്താ വെച്ചാൽ എന്താ ഫിറ്റ് ആവാന്ന് വെച്ചാൽ. ഇങ്ങനെ ലിനിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാൻ പറ്റും ഒരു ആപ്ലിക്കൻറ്റിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കൻറ്റിൻ്റെ സിറ്റുവേഷൻ കാണുമ്പോഴോ ലിനിക്ക് വെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗട്ട് ഫീൽ കിട്ടും. ഇന്ന രീതിയിലായിരിക്കണം ഈ പാത്വേ കൊണ്ടുപോകേണ്ടതെന്ന്. കാരണം ലിനി പല പല സ്റ്റോറീസ് ഹാൻഡിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു ആപ്ലിക്കൻറ്റ് ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറുടെ സപ്പോർട്ട് സീക്ക് ചെയ്യേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? ഇപ്പം എല്ലാം ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു കാലമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ ആപ്ലിക്കേഷൻ തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് നോ റിക്വയർഡ് ഫോർ എ തേർഡ് പേഴ്സൺ ടു കം ഇൻ. ഓൾ സെഡ് ആൻഡ് ഡൺ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു എക്സ്പെർട്ടൈസ് ഏരിയ ഉണ്ട്. ലൈക്ക് ലെറ്റ്സ് സേ ഇഫ് ഐ ആം എ ഡോക്ടർ, ഐ കുഡ് പോസിബിളി ബി വെരി ഗുഡ് അറ്റ് വാട്ട് ഐ ഡു, ബട്ട് ഐ മേ നോട്ട് ബി എ ഗുഡ് ലോയർ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ആണ്. അപ്പോൾ പോസിബിളി ദാറ്റ്സ് വെയർ വി കം ഇൻ ടു ദ പിക്ചർ. ഇമിഗ്രേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് കൺസിസ്റ്റൻ്റ് അല്ല. ഇമിഗ്രേഷൻ്റെ അപ്രോച്ച് ടുവേർഡ്സ് ആപ്ലിക്കേഷൻസ്. ഇമിഗ്രേഷനിലും നമ്മളെ പോലെ ആൾക്കാരല്ല അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. അവർ റിക്വയർമെൻറ്റ്സ് ഇപ്പം ഒരു ആപ്ലിക്കൻറ്റിൻ്റെ 3 ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ആപ്ലിക്കൻറ്റിൻ്റെ ചിലപ്പോൾ അതായിരിക്കില്ലേ ചോദിക്കുക. അവർ വേറൊരു റിക്വയർമെൻ്റ് ആയിരിക്കും ചോദിക്കുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ അവരുടെ സ്റ്റോറി ഡിപ്പെൻഡ് ചെയ്തത്. സോ ഒരു വെൽ പ്രിപ്പയർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. വാട്ട് ഡിഫറൻസ്? an application getting approved between 3 to 6 weeks approve avuna karyam could go and take 12 months to get an approval. Appo adana that what makes. And are you ready to sit in front of your emails checking every time what is happening? Do you have the resources to find out ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ട ഇമിഗ്രേഷൻ്റെ അടുത്ത് to get this done quickly or അല്ലെങ്കിൽ അപ്ഡേറ്റ് ചോദിക്കുക? ഇതൊക്കെ this is something we are doing on a day-to-day basis. We know what is happening. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഒത്തിരി മാനേജ് ചെയ്യാനും പറ്റും നമുക്ക്. ലൈക്ക് ടു ടെൽ യു ദാറ്റ് ഓക്കെ സോ ദിസ് ആപ്ലിക്കേഷൻ ഇസ് ഇൻ ദിസ് സ്റ്റേജ്, മേ ടേക്ക് അണ്ടർ 2 weeks or 3 weeks to get it done. So be patient. So you know what exactly is happening. നമ്മൾ അത് പറയാനുണ്ടായിരുന്നില്ലെങ്കിൽ so possibly you will be very stressed out as in what is happening for your application. അപ്പോൾ അതൊരു ഫാക്ടർ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ സിനാരിയോയിൽ.
നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ലൈക്ക് ഫാമിലിയാണ്, ഹസ്ബൻഡ് വൈഫ്. നമ്മൾ ഒരു റെസിഡൻസ് ആപ്ലിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മുമ്പിൽ ഒരു കാനഡയിൽ കുറച്ച് നാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് എന്താ വെച്ചാൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ ജോലി പോയി, അപ്പോൾ അവർ വിസ പോയി. അപ്പോൾ അൺലോഫുൾ ആയിരുന്നു കുറേ നാള്. അവർ പോസിബിളി ദേ അപ്ലൈഡ് ഫോർ എ വിസ ടു സെറ്റിൽ ഡൗൺ ഓർ വാട്ട് എവർ ദേ അപ്ലൈഡ് വിച്ച് വാസ് ഡിക്ലൈൻഡ്. And they got a deportation notice. They were not deported, but they just got a deportation notice, which means they had to get out of the country in so and so days. ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൽ നിന്ന് അല്ല, കാനഡ. ഇത് നടന്നത് ഒരു 6-7 years ബാക്ക് ആണ് ഈ പറഞ്ഞ ഒരു സിനാരിയോ നടന്നത്. അപ്പോൾ അവർ വന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് അവർ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. വെച്ചാൽ 6-7 years മുമ്പ് നടന്ന കാര്യം. They did not think it was important to even talk about it. പാസ്പോർട്ട് മാറി അവരുടെ. അപ്പോൾ പോസിബിളി ദാറ്റ് ദേ ഫെൽറ്റ് എന്തിനാ വെറുതെ ലൈക്ക് വൈ ടു ബ്രിങ് ഇറ്റ് അപ്പ്. സോ നൗ ഡ്യൂറിങ് അവർ ഡിസ്കഷൻ വെൻ വി ഡു വിത്ത് ക്ലയൻറ്റ്, അപ്പോഴാണ് അവർ പറഞ്ഞേക്ക് നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട് കാനഡയിൽ. സോ വി ആസ്ക്ഡ് ദം, ഡു യു ഹാവ് എ വിസ? ഇല്ല, വിസ നടന്നില്ല. സോ നമുക്ക് അപ്പോഴും അപ്പോൾ നമുക്ക് വി കുഡ് ഗോഷ് ദാറ്റ് ദർ ഈസ് എ ക്യാരക്ടർ ഇഷ്യൂ ഉണ്ട് അവിടെ. അപ്പോൾ അത് ടു എക്സ്പ്ലെയിൻ ടു ദ ക്ലയൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിപ്പോർട്ടേഷൻ നടന്നില്ല, നിങ്ങൾ തിരിച്ചു വന്നു, പക്ഷെ ഡിക്ലെയർ ചെയ്യണം. വി ഹാവ് ടു ഇൻഫോം ഇമിഗ്രേഷൻ അബൌട്ട് ഇറ്റ്. ക്യാരക്ടർ വേവർ എന്ന് പറഞ്ഞൊരു കാര്യം, അത് കുറച്ച് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇട്ട് കിട്ടുന്ന കാര്യമല്ല. സോ യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഹൗ ടു ഡു ദാറ്റ്. ഈ സിനാരിയോയിൽ നമുക്ക് മിനിസ്റ്ററിന്റെ ഇന്റർവെൻഷനും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സിംപ്ലി ക്യാരക്ടർ വേവർ പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് ഡിപ്പോർട്ടേഷൻ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഡിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിലും നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദെൻ മിനിസ്റ്ററിയൽ ഇന്റർവെൻഷന്റെ ഒരു റിക്വയർമെന്റ് വന്നു. അപ്പോൾ യു ഷുഡ് നോ അതിൽ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യുക, ആർക്കാ അത് ഡോക്യുമെന്റ്സ് അയക്കുക, എന്ത് ഡോക്യുമെന്റ്സ് അയക്കുക. സോ പോസിബിളി യു മേ നോട്ട് നോ ഇറ്റ് ആൻഡ് യു ഫൈൻഡ് ദിസ് ഔട്ട് ഓൺലി വെൻ യു ഡൂയിങ് എൻ ആപ്ലിക്കേഷൻ. അപ്പോൾ പോസിബിളി ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എൻ ഐഡിയ വാട്ട് ഈസ് റിക്വയർഡ്, ഗെറ്റ് സംബഡി ടു ഹെൽപ്പ് യു. പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് ഇങ്ങനെയുള്ള സിനാരിയോസിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. But now let us say somebody has a very straightforward, they are very good at their documentation, they want to do it themselves. Absolutely. I actually recommend, if you feel that you're confident, you can do it, please go ahead. I may just give you a free consultation to tell you in the pathway. We don't charge for an initial consultation anyway, so we always do that. But that's okay, perfectly all right. But at the end of the day, a very well prepared application gets quickly done by immigration. Because it's always good for them also. Immigration നല്ല എളുപ്പമാണ്. That's where possibly we come in picture. ലിനിയുടെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ ഞാൻ വായിച്ചപ്പോൾ അമേസിങ് റിവ്യൂസാണ് എനിക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനൊരു എക്സ്പേർട്ടിനെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ലിനിയെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ ഒരു റീസൺ അത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന റിവ്യൂസ് എനിക്ക് കുറച്ചേ വായിക്കാൻ പറ്റുള്ളൂ. അതിൽ പറയുന്നുണ്ട് വളരെ പ്രൊഫഷണലാണ്, ടൈംലി ആയിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ലിനി ഒരു ആപ്ലിക്കൻറ്റിനെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ പ്രോസസ്സായിട്ടൊന്ന് നട്ട്ഷെല്ലായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. So initially നമ്മൾ ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ we always sit down and have a discussion. It is not always necessary that they have to be in our office to do this. It's possibly people are all over the globe. So we do an initial consultation over phone. So we actually walk them through with അവരുടെ എന്താ റിക്വയർമെൻറ്റ്, എന്താ ഇൻറ്റൻഷൻ അവരുടെ. വി ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ വി പോസിബിളി ടെൽ ദം എന്തൊക്കെയാണ് പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. We discuss and there are no options available as well. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. So we tell them what exactly it is. We're very transparent, as in we tell them what can be done and what cannot be done. But അതാണ് first part of it. Then the immigration process starts, the application process starts. So we have a very standard up-to-date ഒരു checklist നമ്മുടെ കയ്യിൽ available ആണ്. That is what we share with the client. Once this client starts sending us the documents, we put everything together. We have a team. I have a team of 6 people in my team. So we put everything together, we draft it, and then we start communicating with the client that ഇത്ര നല്ല ബുള്ളറ്റ് പോയിന്റിലാണ് ലൈക്ക് വി ടെൽ ദം ദാറ്റ് these many things ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ this could strengthen the application more. We have a discussion. ഇത് നമുക്കും ചിലപ്പോൾ ചാലഞ്ചിങ് ആവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ they may not understand it. ചിലപ്പോൾ 2-3 വട്ടം അവർക്കും തോന്നി ഇതെന്താ ഇവർ എപ്പോഴും വന്ന് ഇതന്നെ ചോദിച്ചു. So then we call them to tell എന്തുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത്. So why are we asking them to provide it. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്.
പിന്നെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ പറയാറുണ്ട് ടൈം ഫ്രെയിം ഇത്രയാണ്. ലെറ്റ്സ് സേ വിസിറ്റേഴ്സ് വിസ ടേക്സ് 6 weeks, ലെറ്റ് us say. I'm just giving an example. അപ്പോൾ ഇമിഗ്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇട്ടു, ആ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് പ്രോസസ്സ് ചെയ്യുന്നവരെ there are no updates, it's just sitting there. അപ്പോൾ ഒരു ചെറിയ we always feel there's a frustration, like ഒരു അപ്ഡേറ്റും ഇല്ല, എന്താ നടക്കണേ, ഒരു റേഡിയോ സൈലൻസ് ആണ് അവിടുന്ന്. Absolutely. So we tell them we can only let you know when there is an update, but you can always give me a call, I'll always answer the call. So that's always there. അപ്പോൾ അതൊരു എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട്, ചിലപ്പോൾ ക്ലയൻസ് immigration is taking a lot of time, and especially these days. There was a time when accreditation, like for instance നമ്മൾ എംപ്ലോയർ അക്രഡിറ്റേഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ മൺഡേ രാവിലെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് ഒരു 12 o'clock ആകുമ്പോഴത്തേനും അപ്രൂവൽ വന്നു. The same thing currently is taking around 3 months to get it done. So there's a big change of processing time frames. Accredited employer work visa ഇടാറുണ്ടായിരുന്നു 2 weeks, 3 weeks maximum അപ്രൂവൽ വരുന്നുണ്ടായിരുന്നു. The same has now gone to 4 weeks. Sorry, 4 months, my bad. 4 months. അപ്പോൾ ഒരു 4 weeks കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ് ഇസ് മൂവ് ടു 4 months. അപ്പം ക്ലയൻസ് ഒക്കെ പഴയ ആൾക്കാരുടെ അടുത്തേക്ക് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും ഒരു ഫ്രസ്ട്രേഷൻ, എന്താ നടക്കണേ. ദാറ്റ്സ് ഓൾവേസ് like a very, you have to be patient. You have to be patient with my clients to tell them that it is taking time, because immigration is taking time to process that. അപ്പോൾ അങ്ങനെയാണ്, അതൊരു ലോങ് ജേർണിയാണ്. കേൾക്കുമ്പോൾ ഇത് വളരെ ഒരു റിവാർഡിങ് ജോബായിട്ടും തോന്നാറുണ്ട്. കാരണം എപ്പോഴും ഒരു നല്ലൊരു ന്യൂസാണ്, ഒരു ഗുഡ് ന്യൂസാണ് ആപ്ലിക്കൻസിന് കൊടുക്കാൻ ഐ ബിലീവ് ഒരു 99% പറ്റിയിട്ടുണ്ടാവും. ലിനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ ലിനിയുടെ കരിയറിൽ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ളൊരു കേസ്? So it's like even today when I lodge in visitors visa application and the approval comes in, I smile. I put everything, I send that email to the client saying that it is approved, and it's always like it's always joy, like having any application getting approved. I'm not saying I have every application approved. There have been instances where we have got 1 or 2 declines. It doesn't happen frequently, but yes. And നല്ല ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ വി ഓൾറെഡി ന്യൂ ദാറ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ബട്ട് യു ഓൾവേസ് ഡിസ്കസ് വിത്ത് ദ ക്ലയൻറ്റ്, ഇത് ചാലഞ്ചാണ്, ഇടാമോ, അല്ലെങ്കിൽ യു വോണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക് ഓഫ് ലോഞ്ചിങ് ഇറ്റ്. വി ഓൾവേസ് ഡിസ്കസ് ഇറ്റ് വിത്ത് ദാറ്റ്. ചില കാര്യങ്ങൾ നമ്മുടെ കപ്പാസിറ്റിയിൽ ഇല്ല. ദാറ്റ് ഇസ് സംതിങ് വിച്ച് വി ക്യാൻ ഡു ആൻഡ് വിച്ച് വി കനോട്ട് ഡു. വി ക്യാൻ ഓൺലി അഡ്വൈസ്. അപ്പം ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. എനിക്ക് തോന്നുന്നു ഐ എം വെരി ഹാപ്പി ഇൻ മൈ പ്രൊഫൈൽ. ഐ എൻജോയ് ഡൂയിങ് വാട്ട് ഐ ഡു. So possibly every day is rewarding, like when a client, when like for instance partner is in India, like husband or wife ഇവിടെയാണ്, അവരുടെ പാർട്ണർഷിപ്പ് വിസ അപ്രൂവ് ആകുമ്പോൾ when you call them and tell them, hey look here, congratulations, I smile and I can hear feel അവരുടെ സന്തോഷം അല്ലേ. I get thrilled in every application rather. പിന്നെ ചിലപ്പം ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു ഒക്യുപ്പേഷണൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ആളുടെ ആപ്ലിക്കേഷനായിരുന്നു. ആളുടെ ഡിക്ലൈൻ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല, അവർ തിരിച്ചു പോകാനായിട്ട് റീസൺസ് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇമിഗ്രേഷൻ അത് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ ഇമിഗ്രേഷൻ എന്ത് ചെയ്തു വെച്ചാൽ എംപ്ലോയറിന് അവർ നാട്ടിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞ അവിടെ ഫോൺ ചെയ്തു ഇമിഗ്രേഷൻ. അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. എംപ്ലോയർ ശരിക്കും ആൻസർ പറഞ്ഞില്ല, ദേ ഡിഡ് നോട്ട് ഗീവ് ദ റൈറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതൊരു കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു. പിന്നെ അപ്പോൾ അതിനൊരു കൺസേൺ ലെറ്റർ ഇമിഗ്രേഷൻ അയച്ചു. പിന്നെ നമുക്ക് വി ഹാഡ് ടു ഗോ ബാക്ക്, ടെൽ ദം ദാറ്റ് exactly like lot of documents we provided. But it took time. So something which could happen in 3 weeks, it took almost 2 months to get it approved. So when the approval came in, so we were like, ചാൻസ് ഒത്തിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എംപ്ലോയർ ശരിക്കും നല്ലതായിട്ടൊരു റെസ്പോൺസ് അല്ല കൊടുത്തത്. പോസിബിളി ദേ ഹാഡ് സം ഡിഫറൻസസ്. അപ്പം ഇമിഗ്രേഷൻ ഓൾവേസ് ഗോസ് ബൈ വെരിഫിക്കേഷൻ. എംപ്ലോയറിന്റെ അടുത്ത് ഫോൺ ചെയ്ത് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു. ഇവിടുന്ന് ഇന്ത്യയിലോട്ടും എൻക്വയറി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. സോ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിനൊത്തിരി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനില്ലെങ്കിൽ 3 years വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്. നമ്മുടെ ഇന്ത്യയിൽ എന്താ വെച്ചാൽ പ്രശ്നം വെച്ചാൽ എല്ലാ ആൾക്കാരും ചിലപ്പോൾ ബാങ്കിലായിരിക്കില്ല എന്താ പറയുക സാലറി കിട്ടുന്നുണ്ടാവുക. സോ ദർ ഈസ്
ഒരു തേർഡ് പാർട്ടി വെരിഫയബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. സോ ദേ ജസ്റ്റ് ഹാവ് എ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് ടു പ്രൊവൈഡ്. സോ വാട്ട് ഇമിഗ്രേഷൻ ഇസ് കറന്റ്ലി ഡൂയിങ്, ദേ ആർ ഗോയിങ് ഹെഡ് ആൻഡ് calling employers, and I've even heard people are walking down to the employer. ഇന്ത്യയിലുള്ള എംപ്ലോയറിനെ പറ്റി നമ്മൾ പറയണം കേട്ടോ. They're walking in and asking questions whether this employee is working with them or not. അപ്പോൾ that's ആ ലെവലിലാണ് ചെക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ടാവും ഇപ്പൊ ഇത്രയും സമയം എടുക്കുന്നത്. ലൈക് വേർ അക്രഡിറ്റേഷൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ടുഡേ ഇഫ് ഇറ്റ് ഇസ് ടേക്കിംഗ് ടൈം ബിക്കോസ് ദേ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ഡ്യൂ ഡെലിജൻസ്. Because of all that exploitation and all that we were talking about, so possibly it's a measure for immigration to make sure it doesn't happen again. So yes, to answer your question, absolutely immigration can walk down to offices to verify whether your experience or whatever you're claiming is like true. That is something they are doing from their end. ലിനിക്ക് ഇപ്പം കേരളത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഓപ്പറേഷൻസും ഓഫീസ് രീതികളും ഒക്കെ അറിയാവുന്നത് വലിയൊരു കോമ്പറ്റീറ്റീവ് എഡ്ജാണെന്ന് എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ലിനിയുടെ കസ്റ്റമേഴ്സ് കൂടുതലും മലയാളീസാണോ? ഒരു മലയാളി അഡ്വൈസർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കിപ്പോൾ കഴിഞ്ഞ കുറേ നാൾ കൊണ്ട് കുറച്ച് മലയാളി ക്ലയൻസ് ഉണ്ട്. ലൈക്ക് ദർ ലോട്ട് ഓഫ് പോസിബിലി ഇറ്റ്സ് എ വേർഡ് ഓഫ് മൗത്ത്. We don't do any advertising or any marketing activities at all. All my clients are through referrals. So yes, I do have a lot of Malayali clients. പക്ഷെ നമുക്ക് ഒരുപാട് ക്ലയൻറ്റ് we have a lot of South Africa clients ഉണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഉണ്ട്. Possibly we have been dealing with a lot of employers who are South African. So അതുകൊണ്ടും ആവാം. പിന്നെ I speak Hindi very well. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് കിട്ടും. അപ്പോൾ we have clients from all over. We even have like currently I'm doing an application for a UK based client, UK citizen. So yeah, it's all over. But yes, നമ്മൾ ഇന്ത്യൻ മൈഗ്രേഷൻ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ക്ലയൻസും കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന മൈഗ്രേഷനിൽ ഏത് പ്രൊഫഷനിലാണ് കൂടുതൽ മൈഗ്രൻസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് നേഴ്സസ് വരുന്നുണ്ട്, ഒത്തിരി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട് വരുന്നുണ്ട്. പക്ഷേ വി ഓൾസോ സീയിങ് സൈഡ് ഓഫ് ഇറ്റ് വെർ പീപ്പിൾ ആർ ഓൾസോ മൂവിങ് ഫ്രം ന്യൂസിലൻഡ് ടു ഓസ്ട്രേലിയ. It's been always there, I believe, but that's also something we are seeing now. People come over here and then they're moving to Australia. ആ സപ്പോർട്ടും കൊടുക്കുന്നുണ്ടോ ലിനി? ഇല്ല കേട്ടോ, ഓസ്ട്രേലിയ വിസ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. That is something we have been thinking about and we possibly should be, because we have a license now with New Zealand immigration വേണ്ടിയിട്ട് IAN ലൈസൻസ് ഉള്ളതുകൊണ്ട് അത് ചെയ്യാനും എളുപ്പമാണ് മാര രജിസ്ട്രേഷൻ. That is something which is in talk now. Possibly we'll be getting it done by October. So that's also something we are planning to. ലിനി, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് ഗൾഫുകാരോട് ചോദിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, എനിക്കും കൂടെ ഒരു വിസ എടുത്തു തരാൻ പറ്റുമോ, അല്ലെ എന്നെ കൂടെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? അത്രത്തോളം ഈസി ആണോ ന്യൂസിലൻഡ് വിസയും പ്രോസസ്സുകളും ഒക്കെ? ഇത് നമ്മളും കേൾക്കാറുണ്ട്. ചിലപ്പോൾ ചില ക്ലയൻസൊക്കെ വന്ന് പറയാറുണ്ട്, ഫ്രണ്ട്സ് പറയാറുണ്ട്, നീ അവിടെ സെറ്റിൽ ആണല്ലോ, നമ്മളെ ഒന്ന് കൊണ്ടുപോകാറില്ലേ എന്ന്. It's not like that. It's very difficult actually. ഒരു സ്ട്രേറ്റ് ആയിട്ട് ഒരു ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കുക, അത് ചിലപ്പോൾ ഗൾഫ് പോലെയൊക്കെ ഈസി ആയിരിക്കില്ല. ഇവിടെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് you have to be licensed to give advice to a client. ലൈസൻസ്ഡ് അല്ലാത്ത ആൾക്കാരെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളാണ്. ഫൈൻ ഉണ്ട്, അതിന് $100,000 ആണ് ഫൈൻ with 7 years of imprisonment ഉണ്ട്, ഫൈൻ ഓർ ഇംപ്രിസ്മെന്റ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. ഡോണ്ട് ഗീവ് അഡ്വൈസ് ഇഫ് യു നോട്ട് ലൈസൻസ്ഡ് ഓർ എക്സെംപ്റ്റ് ഫ്രം ലൈസൻസ്. അപ്പോൾ ദാറ്റ്സ് സംതിങ് ടു ബി കെയർഫുൾ അബൌട്ട്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ലിനി ഇപ്പോൾ സൂചിപ്പിച്ചത്. അതുപോലെ ഇപ്പോൾ പ്രേക്ഷകരിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ടോപ്പിക് എടുത്തത്. ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അവരുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാ മെഡിക്കൽ ഇഷ്യൂസും കൺസേൺസ് അല്ല. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം നമുക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞ ലൈക്ക് യുനോ ഉണ്ട്, അത് വെൽ മാനേജ്ഡ് ആണ് എങ്കിലും ഓക്കെ ആണ്. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡയബറ്റീസ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ഡയബറ്റീസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർഗനൽ ഇഷ്യൂസോ കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെയൊക്കെ വരുമ്പോൾ ദാറ്റ് ഈസ് വെൻ ഇമിഗ്രേഷൻ ഗെറ്റ്സ് അലേർട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോസ് വരുമ്പോൾ ഇമിഗ്രേഷൻ പിന്നെ ഫർദർ റിപ്പോർട്ട്സും ഫർദർ മെഡിക്കൽ ടെസ്റ്റും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ആ ടെസ്റ്റിൽ നമ്മുടെ റിപ്പോർട്ട് എന്താ വരാ അതനുസരിച്ചിട്ടായിരിക്കും
മെഡിക്കൽ അപ്രൂവൽ അത് കാരണം കൊണ്ട് നമ്മുടെ വിസയുടെ ആപ്ലിക്കേഷൻ അപ്രൂവൽ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാം. ഒരു ഫാക്ടർ ഉണ്ട്, മെഡിക്കൽ വേവർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ. അതെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ആക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ആയിരിക്കില്ല, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഇറ്റ്സ് ദെയർ. അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ ഒരു മെഡിക്കൽ വേവർ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ഉണ്ട്, പ്രശ്നമുണ്ട്, പക്ഷെ വേവ് ചെയ്യാമെന്ന് സമ്മതിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യണം, എന്തുകൊണ്ട് വേവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇമിഗ്രേഷനോട് approach ചെയ്യണം. Like we are requesting for a medical waiver. So there could be various reasons. Like let us say I'm working as, let us say, a doctor here in New Zealand. So I'm contributing a skilled employment to New Zealand. My husband is possibly also contributing. He's a technician. He's also contributing. So we are providing a lot of benefits to the economy in New Zealand. So we are requesting immigration take into consideration all these factors and give us a waiver. അങ്ങനെ ഉണ്ടാവാറുണ്ട്. But then there are some scenarios where immigration may be not ready to waive off the medical requirements. Which are like when if you come down, അപ്പം നമ്മുടെ ഒത്തിരി എക്സ്പെൻസസ് ഉണ്ട് ഒരു കണ്ടീഷൻ. Okay, let me give an example. Now, let us say ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ ആവശ്യം വരുന്നുണ്ട് and it costs, let us say, $100,000 or in the next 5 years that's the cost it is going to incur government to provide you with that service. അങ്ങനെ ഒരു സിനാരിയോ ആണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഇമിഗ്രേഷൻ അപ്രൂവ് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇഫ് യു ആർ കമ്മിങ് വിത്ത് എ മെഡിക്കൽ പ്രോബ്ലം ഈസ് ഇറ്റ് ഗോയിങ് ടു കോസ് ദ ഗവൺമെൻറ് ടു ഗിവ് യു ദോസ് സർവീസസ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ബെനിഫിറ്റോ അല്ലെങ്കിൽ ആ വേവറോ കിട്ടത്തില്ല, ആപ്ലിക്കേഷൻ ചിലപ്പോൾ സക്സസ്ഫുൾ ആയില്ല എന്ന് വരും. ബട്ട് യെസ്, മാനേജ്ഡ് ആണ്, വെൽ മാനേജ്ഡ് ആണ് നമ്മൾ ഉണ്ടെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി. അതിനോട് കുട്ടി ചോദിക്കട്ടെ, ഏജ് ഇപ്പം ചിലർക്ക് വേറൊരു ഞങ്ങൾക്ക് കിട്ടിയൊരു ചോദ്യമായിരുന്നു. അവരൊരു 53-54 ഇവിടെ വന്നത്, പക്ഷെ പിന്നെ സ്കിൽഡ് റെസിഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ക്രോസ് ചെയ്തു 55. 56 ആവാൻ പാടില്ല, 55 വരെയാണ് നമ്മുടെ എലിജിബിലിറ്റി റെസിഡൻസ് ആപ്ലിക്കേഷൻ ഇടാനായിട്ടുള്ളത്. ഏജ് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ക്രൈറ്റീരിയ ആണ് ആപ്ലിക്കേഷൻ ഇടാനായിട്ട്. 55 വരെ ഓക്കെയാണ്. 56 റെസിഡൻസിന് പ്രശ്നമായിരിക്കും. നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ. ഇതെങ്ങനെയാ വെച്ചാൽ ദിസ് ക്ലയന്റ് ഹി ലൈക്ക് വാസ് ഹിയർ ഇൻ ന്യൂസിലൻഡ് ഫോർ ലൈക്ക് പോസിബിളി 6 years or like was settled 6 or 7 years he was settled in New Zealand. ആളുടെ 2 മക്കളും ഇവിടെ ആയിരുന്നു. They are New Zealand citizens actually. അപ്പോൾ ആളുടെ ഏജ് 55 കഴിഞ്ഞു, 56 ആയി. അപ്പം അത് അഗെയിൻ വി ഗോട്ട് എ മിനിസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്തിട്ട് ആ ഏജിന്റെ റിക്വയർമെന്റിനെ വേവ് ഓഫ് ചെയ്തിട്ട് ദെൻ ദേ ഗോട്ട് എൻ അപ്രൂവൽ ഫോർ റെസിഡൻസ്. എല്ലാവർക്കും നടക്കുന്നില്ല കേട്ടോ. ഇത് ഈ സംഭവം നടന്ന ഒരു 4 years മുമ്പിലോ, കോവിഡിന്റെ ഒക്കെ മുമ്പിൽ നടന്നു. ഇതിപ്പോ നടക്കണം എന്നില്ല. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയാ ഒരുപാട് കേസ് നമ്മൾ ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് വി ആർ ഏബിൾ ടു പ്രൊവൈഡ് such information that he has to be here in the country for ABCD reasons. അത്രയ്ക്ക് നല്ല വാലിഡ് ആയിട്ടും ഡെഫിനറ്റും ആയിട്ടുള്ളൊരു റിക്വയർമെന്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ അപ്രൂവ് ചെയ്തൊന്നും വരത്തുള്ളൂ. എല്ലാവർക്കും പറ്റുന്നല്ല. ആ ഒരു കേസ് ലൈക്ക് വി ആർ അവെയർ അബൌട്ട് ലൈക്ക് ഇറ്റ് വാസ് അപ്രൂവ്ഡ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു വ്യത്യാസം കേൾക്കുന്നത് കൾച്ചറലി അറേഞ്ച്ഡ് മാരേജിൽ അതിലെന്തെങ്കിലും നിയമത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? ഇറ്റ് വാസ് ഓൾവേസ് ദേർ കേട്ടോ. കൾച്ചറലി അറേഞ്ച്ഡ് മാരേജ് വിസിറ്റേഴ്സ് വിസയാണ്. ഇറ്റ് ഗീവ്സ് എൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂസിലൻഡ് റെസിഡന്റ് ആണ്, നമ്മളിവിടെ സെറ്റിൽഡ് ആണ്, നമ്മുടെ പക്ഷെ പാരൻസോ നമ്മുടെ കൾച്ചറിൽ ദേ ആർ ഏബിൾ ടു ഫൈൻഡ് എ ബ്രൈഡ് ഒരു ഗ്രൂം, ദെൻ ദാറ്റ് ഓപ്ഷൻ ഇസ് അവൈലബിൾ. ഒരു വിസിറ്റേഴ്സ് വിസയാണ്. ഇവിടെ വന്ന് കല്യാണം കഴിക്കാനായിട്ട് ലൈക്ക് ന്യൂസിലൻഡിൽ വന്നിട്ട് നമുക്ക് 3 മാസത്തിൻ്റെ അകത്ത് കല്യാണം കഴിക്കാനായിട്ട് ടു that culturally arranged marriage to be performed. ഇപ്പോൾ ഒരാൾ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാതെ അതിലെങ്ങനെയാ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനകത്ത് അപ്ലൈ ചെയ്യണം ടു ബ്രിങ് ദ പാർട്ട്ണർ ടു ന്യൂസിലൻഡ്. ഇത് ഇച്ചിരി ലൈക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആപ്ലിക്കേഷൻ അല്ല, കുറച്ച് എന്താ പറയാ എവിഡൻസസ് നല്ല വേണം എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് നല്ല എവിഡൻസ് കൊടുക്കണം. ഇത് കൾച്ചറലി അറേഞ്ച് ചെയ്തൊരു മാരേജ് ആണ്, അല്ലാണ്ട് ബ്രൈഡും ഗ്രൂമും അങ്ങോട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ദേ ന്യൂ ബിഫോർ ദ മാരേജ്, അതാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. ബട്ട് ആസ് ലോങ് ആസ് വി ആർ ഏബിൾ ടു പ്രൊവൈഡ് very good evidence that this was an arranged marriage, arranged culturally arranged marriage, എങ്കിൽ അത് ഓക്കെയാണ്. എന്തെങ്കിലും കുറച്ച് എക്സാമ്പിൾ പറയുമോ ഈ ഗുഡ് എവിഡൻസ് എന്താണെന്ന്? ഇപ്പം നമ്മളൊരു മാട്രിമോണിയൽ സൈറ്റിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും പാരൻസ്. ഇവർ ഈ ബ്രൈഡും ഗ്രൂമും രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ അവരങ്ങനെ കണ്ടുപിടിക്കുകയല്ലേ.
അപ്പോൾ ഇഫ് ദ പാരൻസ് അവർ രണ്ടുപേരുടെയും പാരൻസ് രജിസ്റ്റർ ചെയ്തു, അപ്പോൾ അതിലെ എവിഡൻസ് കാണിക്കാൻ നല്ല എളുപ്പമല്ലേ. യു ക്യാൻ ഷോ ദ ട്രെയിൽ ഓഫ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്ത് ആ വെബ്സൈറ്റിന്. അത് നല്ല എവിഡൻസ് ആയിരിക്കും കാണിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു മാച്ച് മേക്കറിൻ്റെതും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ലൈക്ക് ബ്രോക്കർ എന്ന് പറയില്ലേ നമ്മുടെ നാട്ടില് മാച്ച് മേക്കിംഗ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു ലെറ്റർ മേടിച്ചു. ദാറ്റ് ദേ വെർ ദ വൺ ഹു, ഫോട്ടോസ് വരെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ കാണിക്കാനായിട്ടൊക്കെ ദ റിച്വൽസും ഒക്കെ. അങ്ങനെ ഒരു സിനാരിയോയിലും ഓക്കെയാണ്. അപ്പം അങ്ങനെ ഒരു എവിഡൻസസ് അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഗുഡ് അപ്രോച്ച്. കുറച്ച് എന്താ പറയുക, കൂടുതൽ വർക്ക് വേണ്ട ഒരു വിസ കാറ്റഗറിയാണ്, കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാറ്റഗറിയാണ്. അത് മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇപ്പോൾ വളരെ ദീർഘമായിട്ട് ലിനി പലതരം വിസ കാറ്റഗറിയെക്കുറിച്ച് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയായിട്ടും റെസിഡൻറ്റ് വിസയായിട്ടും എംപ്ലോയർ വർക്ക് വിസയായിട്ടും പലതരത്തിലുള്ള വിസകളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള വിസ എങ്ങനെയാണ് ലിനി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒക്കെ ഞങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഇത് കേൾക്കുമ്പോൾ ലിസണേഴ്സിന് തോന്നുന്നുണ്ടാവും ലിനിയെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ ലിനിയുടെ സർവീസ് അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇത്, ഒരു ഫൈനാൻഷ്യലി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച്, ഈ സപ്പോർട്ടിന് സർവീസിന് നിങ്ങൾ കൊടുക്കുന്നത്? ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇമിഗ്രേഷൻ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 1st October തൊട്ട്. ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് $750 ഒരു വർക്ക് വിസയ്ക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് മൂവിങ് ടു $1,500 and above. ഡബിൾ ആവുകയാണ്, ഓൾമോസ്റ്റ് ഡബിൾ. അപ്പോൾ ആരെങ്കിലും ഇത് ലൈക്ക് പ്ലാനിങ് ടു ഡു പോസിബിളി മേ വോണ്ട് ടു ഡു ഇറ്റ് ബിഫോർ 1st October. ഇറ്റ് ഈസ് ദെയർ ഓഫ് കോഴ്സ്. നമ്മുടെ ഫീസ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഒരു ഫീസാണ്. ഇപ്പോൾ വിസിറ്റേഴ്സ് വിസയ്ക്ക് $1,000 ആണ്, അത് എല്ലാവർക്കും $1,000 അല്ല. ഇപ്പോൾ ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് parents want to come and visit the child, we charge $500 around. It's an application. But if it is a complicated scenario where it is a partner who wants to come in, that's a lot of work we need to do on it. So it may possibly around $1,000 or $1,200 is be the fees for a partnership based visa we charge. ഒരു റെസിഡൻസ് ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു ഫാമിലിയുടെ ഒരു $2,500 ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. അപ്പം ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഫീസാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോൾ ചില സിനാരിയോസിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു ക്യാരക്ടർ വേവറിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ മെഡിക്കൽ വേവറിൻ്റെ, അപ്പോൾ അവരുടെ ആ സിനാരിയോ അനുസരിച്ചിട്ട് വാട്ട് ഈസ് ദ അവേഴ്സ് വി ആർ ഗോയിങ് ടു പുട്ട് ഇൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വി ഡിഫൈൻ ദ ഫീസ്. എല്ലാ ഫീസും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്, സർവീസ് എഗ്രിമെൻറ്റ് അയക്കാറുണ്ട്, സൈൻ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ. നോ, ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു ഹാവ് എനി കോൺഫ്ലിക്ട്സ്, നോ ഡോണ്ട് വോണ്ട് ടു ദാറ്റ് ടു ഹാപ്പൻ. ഭയങ്കര റീസണബിൾ ആണ് ഫീസൊക്കെ. ഒത്തിരി വി ഹാവ് എ ടീം, സോ വി നോ ഹൗ മെനി അവേഴ്സ് വി ആർ ഗോയിങ് ടു പുട്ട് ഇൻ, സോ ഇറ്റ് ഇസ് മെഷർഡ് അക്കോർഡിംഗ്ലി. ഡിസ്കൗണ്ട്സ് ഒക്കെ ചോദിച്ച് വരാറുണ്ട് ക്ലയൻസ്. ആരെങ്കിലും നല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമുക്ക് തോന്നുകയാണ് എങ്കിൽ വി ഓൾവേസ് ഡിസ്കസ്. ബട്ട് ഇത് വെരി സ്റ്റാൻഡേർഡ് ഫീസ് ആണ് കേട്ടോ. അപ്പം നമ്മളെ കേൾക്കുന്ന മലയാളം FM-ന്റെ ലിസണേഴ്സിനൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹാപ്പിയാണോ? ആബ്സല്യൂട്ട്ലി. ഇനിയും മുന്നോട്ട് എന്തെങ്കിലും ഡ്രീം പ്രോജക്ട്സോ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ടോ? Yes, I do really want to do something in immigration. ഒരു എന്തെങ്കിലും തീസിസോ ഒരു PhD ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ മേ ബി എൻ്റെ മോൻ വലുതായി ഇപ്പോൾ ലൈക്ക് ഹിസ് ഇൻഡിപെൻഡൻറ്റ്, ഹി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഹിസ് തിങ്സ്. അപ്പോൾ എനിക്ക് സമയമുണ്ട്. I'm planning to do something in terms of immigration, something which could possibly help understand the immigrants better, അവരുടെ ചാലഞ്ചസും ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാനായിട്ടുള്ള ആ ഒരു ഫേസ്, അതിനെ പറ്റിയിട്ട് പോസിബിളി ഐ വോണ്ട് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ടു മേ ബി ഐ ആം ഓൾസോ ലേണിംഗ് എവറി ഡേ. ഇറ്റ് ഈസ് എ ലേണിംഗ് പ്രോസസ്. Every day there's a surprise, you see a new thing. So I possibly want to put all that together and possibly give it back or do something better. Yeah, of course that's there. നല്ല കാര്യമാണ്. അങ്ങനെ ഒരു തീസിസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണ്ടി വരുമെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ വളരെയധികം സന്തോഷം. മലയാളം FM-ന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും വിശദീകരിച്ച് എല്ലാവർക്കും എപ്പോഴും സംശയങ്ങളുള്ളൊരു ടോപ്പിക്കാണ് ഇമിഗ്രേഷനും അതിൻ്റെ പാത്വേസും എല്ലാം ഞങ്ങളോട് വിശദീകരിച്ചതിന് വളരെ സന്തോഷം. മുന്നോട്ട് PhD എടുക്കാനും എല്ലാവിധ ആശംസകളും മലയാളം FM-ന്റെ ഭാഗത്തു നിന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. Thank you Malayalam FM for this opportunity. I'm really grateful I could use this opportunity to connect. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ please feel free to contact us. We are there in Newmarket. Our office is in Newmarket. In Focus Immigration it is. You can always approach us and we can see how we can help you out.
Yeah, thank you.